നമ്മുടെ എൽ ടി സൈഡിലെ കേബിളിൻ്റെ റേറ്റിങ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ 3 കോറുണ്ട്, 4 കോറുണ്ട്, 5 കോറുണ്ട്. അപ്പോൾ ഇതിൽ അതിൻ്റെ കണ്ടക്ടർ ഏരിയയും കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കോപ്പറിൻ്റെ അലുമിനിയത്തിൻ്റെ ആയിട്ട് രണ്ട് സെപ്പറേറ്റ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ഇൻ ഗ്രൗണ്ടും ഇൻ എയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെ, നേരത്തെ എസ് ടി കേബിൾ കണ്ട പോലെ തന്നെ ഗ്രൗണ്ടിൽ, അതായത് കുഴിച്ചിടുമ്പോൾ എങ്ങനെ ആയിരിക്കും അത് കുഴിച്ചിട്ട് അത് നമ്മൾ ട്രേ കൂടെയോ അങ്ങനെ ത്രൂ എയർ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള അങ്ങനെ ഓരോ ഇതും വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 സ്ക്വയർ എമ്മിൻ്റെയാണ് തുടങ്ങുന്നത്. 1.5 സ്ക്വയർ എം 3 കോർ ആയിക്കോട്ടെ 4 കോർ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെ ഒരു കോറിൻ്റെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റിയാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ 3 കോർ ആയാലും 4 കോർ ആയാലും ഓരോ കോറിനും ഇത്രയും കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ 1.5 കോപ്പറിന് 21 ആംപിയർ എടുക്കാനുള്ള ശക്തിയുണ്ട് ഗ്രൗണ്ടിൽ കൂടെ ആണെങ്കിൽ. അലുമിനിയത്തിനാണെങ്കിൽ 18, അത് എയറിലാണെങ്കിൽ 17, 14 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഐറ്റംസും ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ സ്ക്വയർ എം ഓർത്ത് വയ്ക്കാം. 1.5 കഴിഞ്ഞാൽ 2.5, അത് കഴിഞ്ഞാൽ 4, 6, പിന്നെ 10, 16, പിന്നെ 25 കഴിഞ്ഞാൽ 35, 50, 70, 95, 120, പിന്നെ 150, 185, 240, 300, 400, 500, പിന്നെ 630 അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മളിത് ഈ ആദ്യം തന്നെ ഒരു ഫസ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം എളുപ്പത്തിന് ചെയ്യേണ്ടത് കേബിളിൻ്റെ സൈസ് തെറ്റാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതായിട്ട് ഒരാൾ പഠിക്കുന്ന ഒരാൾ അതാണ് എളുപ്പം. പിന്നെ ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടൊക്കെ നമുക്ക് പഠിച്ച് പോകാവുന്നേ ഉള്ളൂ. ഒരു ഓർത്ത് വയ്ക്കാൻ വേണ്ടിയുള്ള രീതിയിൽ പഠിച്ചു പോവുക. പക്ഷെ എല്ലാം ഓർത്ത് വയ്ക്കലും അത്ര എളുപ്പമല്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഈ ഒരു ടേബിൾ ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ കേബിൾ എത്രയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് മീൻസ് നമ്മൾ ട്രാൻസ്ഫോമർ ടേബിൾ 3 കണ്ടിരുന്നു. ഇത്ര കേബിൾസ് ഓരോന്നിനും റൺസ് ഓഫ് കേബിളും എത്ര സ്ക്വയർ എം ഇടണമെന്നുള്ളൊരു കേസ് കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു ടേബിളിൽ ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു കേബിളിൻ്റെ സൈസ് ശരിക്കും ഡിറൈവ് ചെയ്ത് ഈ ഒരു ചാർട്ടിൽ നിന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേബിൾ മാനുഫാക്ചറിൻ്റെ നിന്നും നമുക്കിത് അവൈലബിൾ ആയിട്ട് കിട്ടും. PVC കേബിൾസാണ്. LT സൈഡാണ്, അതായത് 1200 വോൾട്ട് എന്ന് പറയുമ്പോൾ LT സൈഡാണ്. 1.1 kV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നിൻ്റെയും അതേപോലെ ജസ്റ്റ് ഇങ്ങനെ നോക്കാം. ഇപ്പോൾ 400 എന്ന് പറഞ്ഞൊരു കേബിളിൽ ഗ്രൗണ്ട് കോപ്പറാണെങ്കിൽ 436 ആംബർ വരെ ഫ്ലോ ചെയ്യാൻ സാധ്യത അല്ലെങ്കിൽ അതിനുള്ള ശേഷി അതിനുണ്ട്. ഇനി നേരത്തെ നമ്മൾ ST സൈഡിൽ കണ്ട പോലെ തന്നെ കേബിളുകൾ ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ചത്ര കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഇതിൻ്റെ അകത്ത് വരില്ല. ഒരു 10-20% കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കുറയുന്നതായിട്ട് അതിൽ കാണാം. അതായത് 2 കേബിൾ ബഞ്ച് ചെയ്താൽ, അതാണ് ഗ്രൂപ്പിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. 2 കേബിൾ ബഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 0.8 വെച്ചാണ് അവിടുത്തെ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി വരാൻ പോകുന്നത്. അല്ലെങ്കിൽ 20% കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കുറഞ്ഞു കിട്ടും. അത് ഹൊറിസോണ്ടൽ ഫോർമേഷൻ ഗ്രൗണ്ടിൽ ഇട്ട ആ ഒരു അവസ്ഥയിലാണ്. എയറിലും ലാഡറിലാണെങ്കിൽ ഒരു 13% കുറയുള്ളൂ കറണ്ട് ക്യാരി കപ്പാസിറ്റി. അതായത് ഒരു ഉദാഹരണത്തിന് 400 സ്ക്വയർ എമ്മിൻ്റെ ഒരു കോപ്പർ കേബിളാണെന്ന് വയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ടേബിൾ പ്രകാരം 400 സ്ക്വയർ എമ്മിന് 436 ആംപിയറാണ് അതിൽ ഫ്ലോ ചെയ്യിക്കാനുള്ള ശക്തിയുള്ളത്. എന്നാൽ നമ്മുടെ ഇങ്ങനത്തെ 2 റൺസ് ഓഫ് കേബിൾ നമ്മൾ ഇടുകയാണെങ്കിൽ ഇതിൻ്റെ 80%, അതായത് നമ്മൾ കണക്ക് കൂട്ടിയാൽ 400 സ്ക്വയർ എം കേബിളിന് 436 ആംപിയർ ഫ്ലോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 2 റൺസ് ഇടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും 872 ആംപിയർ അതിലൂടെ പോകണം. എന്നാൽ ഇതിൽ ഒരു 20%-ഓളം അതിൽ നഷ്ടമാവുകയും നമുക്കൊരു 850 അല്ലെങ്കിൽ ആ റേഞ്ച് വാല്യൂ ആണ് നമുക്ക് കിട്ടുള്ളൂ ഗ്രൗണ്ടിലിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ നമ്മൾ 3 ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും കുറയുമ്പോൾ 68% കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കിട്ടുള്ളൂ. അതായത് ഒരു 32%. നമ്മൾ പെട്ടെന്ന് ആലോചിക്കും 400-നും നമുക്കിപ്പോൾ സപ്പോസ് ഒരു 1200 ചില്ലുവാനം കറണ്ട് അല്ലെങ്കിൽ 1300 സംതിങ് കറണ്ട് ഫ്ലോ ചെയ്യിക്കാൻ സാധ്യതയുള്ള ഒരു ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോഡ് വന്നു എന്ന് കരുതുക. അപ്പം നമ്മളതിൽ 400 സ്ക്വയർ എമ്മിൻ്റെ 3 റണ്ണ് കേബിൾ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് 1308 ആ റേഞ്ചാണ്. അതായത് ഒരു 400 കേബിളിലും 436 ആംപിയർ എടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ 3 കേബിൾ ഇട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായി 3 ആഡ് ചെയ്ത്
കൊണ്ട് നിർത്തരുത്. ഞാൻ വേറെ കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയാം. 185 സ്ക്വയർ എം കേബിൾ നമുക്കിവിടെ നോക്കാം. 185 സ്ക്വയർ എമ്മിൻ്റെ ഒരു കേബിളിന് 300 ആംപിയർ ഫ്ലോ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 റൺസ് ഇടുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞാൽ 900 ആംപിയർ ഫ്ലോ ചെയ്യാൻ സാധിക്കേണ്ടതാണ്. എന്നാൽ ഇത് 3 റൺ ഇടുമ്പോൾ ഇതിൻ്റെ അകത്ത് 68% കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഉള്ളൂ. അതായത് 900ൻ്റെ 68% എന്ന് പറഞ്ഞാൽ 500 സംതിങ് ആണ് അതിൻ്റെ അകത്ത് കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഉള്ളൂ. അത് 4 കേബിളാകുമ്പോൾ വീണ്ടും കുറയും. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ പല പല കാരണങ്ങളാൽ സയൻറ്റിഫിക്കൽ റീസൺസ് കൊണ്ടാണ് ഈ ഒരു ഇത് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോൾ സെലക്ട് ചെയ്താലും ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ HT സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ നോർമൽ അല്ലാത്തൊരു കണ്ടീഷൻ, അതായത് ഷോർട്ട് ആവുന്ന ഒരു കണ്ടീഷനിൽ ട്രിപ്പ് ആവുന്നതിന് മുന്നോടിയായിട്ട് ധാരാളം ഒരു ഹൈ റേഞ്ചിൽ കറണ്ട് ഷോർട്ട് ആകുമ്പോഴുള്ള കറണ്ട് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഫ്ലോ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കേബിളിൽ അത്രയും കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡാമേജ് ആവാണ്ടിരിക്കാനുള്ള ഒരു ഏരിയ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അതായത് നോർമൽ കണ്ടീഷനിലുള്ള കറണ്ട് നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഷോർട്ട് ആകുമ്പോൾ വരാൻ സാധ്യതയുള്ള കറണ്ട് നോക്കുകയും വേണം. അപ്പോൾ അതിനുള്ളൊരു ഫോമുല നേരത്തെ ചെയ്ത പോലത്തെ അതേ ഫോമുല തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. A = 13.1 × IS/√T. ഈ IS എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ടാണ്. അതിൻ്റെ കാൽക്കുലേഷൻ, ഷോർട്ട് സർക്യൂട്ടിൻ്റെ കാൽക്കുലേഷൻ ഫോൾട്ട് ലെവലിൽ വിശദമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ 300 സ്ക്വയർ എം കേബിളിൽ ഉപയോഗിക്കേണ്ട ഫോമുല ഈ 13.1 × IS/√T ആണ്. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ആ സ്ഥാനത്ത് നമ്മൾ 300-നേക്കാളും മുകളിലുള്ള കേബിളാണെങ്കിൽ 14.7 × IS/√T ഉപയോഗിക്കണം. IS എന്ന് പറഞ്ഞ വാല്യൂ ഒരു ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആയിരിക്കും. അത് ഓരോ സബ്സ്റ്റേഷനിലും ഓരോ LT സൈഡ് HT സൈഡിലും വേരി ചെയ്യും. എന്നിരുന്നാലും നമ്മളൊരു ആവറേജ് ഒരു 13,000 സംതിങ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട്. അത് നമ്മൾ ജനറലി എടുക്കുന്ന ഒരു വാല്യൂ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് കണ്ടക്ടറാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഇപ്പോൾ നമുക്ക് 139 എന്നൊക്കെ പറഞ്ഞ് കിട്ടിയാൽ നമ്മൾ നെക്സ്റ്റ് 150 അതിൻ്റെ തൊട്ടടുത്തുള്ളത്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യണം. T = ഡ്യൂറേഷൻ ഓഫ് ഫാൾട്ട് ഇൻ സെക്കൻഡ്സ് ആണ് പറയുന്നത്. അപ്പോൾ ACB ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് 1 സെക്കൻഡിനുള്ളിൽ ട്രിപ്പ് ആവുന്ന രീതിയിൽ എടുക്കണം. നമ്മൾ MCCB ആണ് ഉപയോഗിക്കണമെങ്കിൽ 100 മില്ലി സെക്കൻഡാണ് യൂസ് ചെയ്യുന്നത് ആ Tയുടെ വാല്യൂ. ഇനി നമ്മൾ ഇതൊന്നുമല്ല സ്വിച്ച് ഫ്യൂസ് യൂണിറ്റൊക്കെയാണ് യൂസ് ചെയ്തതെങ്കിൽ 5 മില്ലി സെക്കൻഡ് എടുക്കും എന്നാണ്. 5 മില്ലി സെക്കൻഡിനുള്ളിൽ ഫ്യൂസ് അടിച്ചു പോകും. അപ്പോൾ അതിന് വരെ ഈ കറണ്ട് ക്യാരി ചെയ്താൽ മതി അതിന്. അപ്പോൾ അതാണ് ഓരോ ഫീഡർ അനുസരിച്ചും അല്ലെങ്കിൽ അതൊരു യൂസ് ചെയ്യുന്ന സർക്യൂട്ട് അനുസരിച്ച് അതിൻ്റെ ടൈം ഓഫ് ട്രിപ്പിംഗ് മാറും. അപ്പോൾ അതുകൊണ്ട് ഏരിയ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ജസ്റ്റ് ആലോചിച്ചാൽ മതി, പെട്ടെന്ന് ട്രിപ്പാവുന്ന ഒരു കേസിൽ നമുക്ക് അത്രയും വലിയ ഏരിയ കരുതേണ്ട ആവശ്യമില്ല. ഇത്തിരി ഏരിയ കുറച്ചാലും കുഴപ്പമില്ല. പക്ഷെ പെട്ടെന്ന് ട്രിപ്പാവാത്ത സാധനത്തിൽ അത്രയും ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാൻ തക്ക വണ്ണമുള്ള കേബിൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ ഈ ടേബിളിൽ നിന്നാണ് ആ ടേബിൾ 3 ഡിറൈവ് ചെയ്തെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ക്യാരി ചെയ്യാൻ സാധ്യതയുള്ള എത്രൻ്റെ കേബിളാന്നുള്ള രീതിയിലൊക്കെയാണ് അങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെച്ചേക്കുക. താങ്ക് യു.